സ്ഥിരമായി ക്രൈം സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ആ ഒരു പാറ്റേൺ താൽക്കാലികമായി മാത്രം നമ്മൾ മാറ്റിപ്പിടിക്കുന്നു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. ഭയം, ഭക്തി, ബഹുമാനം. ഭ ഭ ഭ. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം. ദിലീപും മോഹൻലാലും ഒന്നിക്കുന്നു എന്നത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, ലോജിക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോകരുത്. കാരണം ഈ ചിത്രത്തിന് യാതൊരു ലോജിക്കുമില്ല. ഈ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ ആദ്യഘട്ടം മുതൽ ഇത് പറയുന്നുണ്ട്. സിനിമയ്ക്ക് ലോജിക്കില്ല, ലോജിക്ക് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങളിത് കാണുകയും വേണ്ട എന്നുള്ളത്. അവർ പറഞ്ഞത് പൂർണ്ണമായും ശരിയുമാണ്. വാവിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദ വേൾഡ് ഓഫ് മാഡ്നസ്, ഭ്രാന്തന്മാരുടെ ലോകം. അങ്ങനെ ഒരു ടാഗ് ലൈനോട് കൂടിയാണ് ഇന്ന് ഭബ്ബ തിയേറ്ററിൽ എത്തിയത്. രാവിലെ 8 മണിക്ക് ഞാൻ ഈ ചിത്രം കാണുകയുണ്ടായി. സാധാരണഗതിയിൽ ഫാൻസിന് വേണ്ടിയാണ് രാവിലെ 8 മണിക്കൊക്കെ ഷോ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഞാനിന്ന് പോയ തിയേറ്ററിൽ ഒട്ടനവധി കുടുംബ പ്രേക്ഷകരെ കാണാൻ സാധിച്ചു. എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഒരു കാരണവശാലും കാണില്ല, അവർ പൂർണ്ണമായും ഈ ചിത്രത്തെ ബഹിഷ്കരിക്കും എന്നാണ് പല ഇടങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. പക്ഷേ ഞാൻ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. അതിവിടെ പറയണമെന്ന് തോന്നുകയുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദ വേൾഡ് ഓഫ് മാഡ്നസ്, ഭ്രാന്തന്മാരുടെ ലോകം. ശരിയാണ്, ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചിത്രത്തിലെ ഭൂരിഭാഗം കഥാപാത്രങ്ങൾക്കും ഭ്രാന്താണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ്, ഈ രണ്ടുപേരും ചേർന്നാണ് ഈ ഭ്രാന്തന്മാരുടെ ലോകത്തെ എഴുതി പൂർത്തിയാക്കിയത്. അതായത് തിരക്കഥ അവരുടേതാണ്. ആ തിരക്കഥയോട് പൂർണ്ണമായും ധനഞ്ജയ് ശങ്കർ നീതി പുലർത്തി എന്ന് ഈ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ചിത്രത്തിലെ പ്രധാന കഥാപാത്രം, അതായത് നായകൻ, ഒരു ഭ്രാന്തനാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ആൾ എന്ന് വേണം പറയാൻ. പക്ഷേ ചിത്രം പറഞ്ഞു വെക്കുന്നത് അയാളൊരു ഭ്രാന്തനാണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ചിത്രത്തിലെ ഒരു കഥാപാത്രം ഈ ഭ്രാന്തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ക്ലസ്റ്റർ ബിയിൽ ഉൾപ്പെട്ട ആ രീതിയിലുള്ള മാനസിക വെല്ലുവിളിയാണ് ഇയാൾ നേരിടുന്നത്. നിസാര കാര്യങ്ങൾക്ക് ആളുകളോട് ഇയാൾ പ്രതികാരം ചെയ്യാൻ ഇറങ്ങും. ആ കഥാപാത്രത്തെയാണ് നമ്മുടെ ദിലീപ്, ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഥയുടെ ആദ്യ പകുതിയിൽ എവിടെയും മോഹൻലാലിനെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയും പ്രേക്ഷകർക്ക് വേണ്ട. രണ്ടാം പകുതിയിലാണ് നമ്മുടെ ലാലേട്ടൻ വരുന്നത്. ലാലേട്ടൻ എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഈ സമ്മറിൻ ബദ്ലേഹേം പോലെയുള്ള സിനിമകളിൽ ഏതാനും നിമിഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നത് എങ്കിൽ ആദ്യ പകുതിക്ക് ശേഷം ഏതാണ്ട് നല്ലൊരു ശതമാനവും മോഹൻലാൽ തന്നെയാണ് ഈ സിനിമയെ നയിക്കുന്നത്. ഈ രണ്ടുപേരും ചേർന്നുള്ള ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാൻ സാധിക്കും. ആ അഴിഞ്ഞാട്ടം എന്ന ഗാനവും ഈ ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ എത്തുന്നുണ്ട്. നേരത്തെ ആ ഗാനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സിനിമയുടെ ഹൈപ്പിനെ തന്നെ ആ ഗാനം ഇടിച്ചിടാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് ഒട്ടും ശരിയല്ല. ഷാൻ റഹ്മാൻ ഒരുക്കിയിരിക്കുന്ന ഈ അഴിഞ്ഞാട്ടം എന്ന ഗാനം തിയേറ്ററിൽ ഒരു പൂരപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ തിയേറ്ററിനെ ഒരു പൂരപ്പറമ്പാക്കി മാറ്റി എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രത്തോളം പ്രേക്ഷകർ ആ ഒരു ഗാനം തിയേറ്ററിൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നീട് ഇനി OTT വരുമ്പോൾ എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ദിലീപിനെയും മോഹൻലാലിനെയും കൂടാതെ ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു സന്തോഷ്, ശരണ്യ പൊൻവണ്ണൻ, അങ്ങനെ സാൻഡി അടക്കം അങ്ങനെ ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കഥാപാത്രങ്ങളെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് സിനിമയ്ക്ക് ലാഗ് സംഭവിക്കുന്നു എന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് കൃത്യമായി ഒരു കഥാപാത്രം കഥയിൽ എത്തുകയും ആ ലാഗിനെ പിടിച്ചു വലിച്ച് വെളിയിൽ കളയുകയും ചെയ്യുന്നുണ്ട്. കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുക, ആ ഒരു പരിപാടി ഈ സിനിമയിലില്ല. കൃത്യമായി ഓരോ കഥാപാത്രങ്ങളും ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അത് ഓട്ടോമാറ്റിക്കലി അത് തമാശയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും അവിടെ ചിരി പടർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ കരുതും ഈ സിനിമ വളരെ മികച്ച ഒരു ചിത്രമാണോ എന്ന്. അത്ര മേന്മയുള്ള മികച്ച ചിത്രമൊന്നുമല്ല ഭബ്ബ. ലോജിക്കൊന്നുമില്ലാത്ത, എന്നാൽ
കയറുന്ന പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു പ്രേക്ഷകനിൽ പിരിമുറുക്കം ഉണ്ടാക്കാനും അയാളെ ത്രില്ലടിപ്പിച്ച് ഇരുത്താനുമൊക്കെ സാധിക്കും. പക്ഷേ തിയേറ്ററിൽ കയറുന്ന ഒരു പ്രേക്ഷകനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ മലയാള സിനിമ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയും അതുതന്നെയാണ്. ചിരിപ്പിക്കുന്ന സിനിമകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വരുന്ന ചിത്രങ്ങൾ ചിരിപ്പിക്കാൻ സാധിക്കാതെ വെറും വളിപ്പായി മാറിക്കൊണ്ട് തിയേറ്റർ വിട്ട് മടങ്ങുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഗണത്തിൽ നമ്മുടെ ഈ ചിത്രത്തെ, അതായത് ഭബ്ബബ്ബായെ പെടുത്താൻ സാധിക്കില്ല. ചിത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായ ഇടവേളകളിൽ കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്ന ഡയലോഗ്സ്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകനെ ചിരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ സ്വയം ട്രോളുന്നവരാണ്. ബൈജു സന്തോഷിനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ചില പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും ഒക്കെ തന്നെ അദ്ദേഹം എടുത്ത് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നു. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും രണ്ടുപേരും ഈ ചിത്രത്തിൽ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. മാധ്യമങ്ങളെ പല ഘട്ടങ്ങളിലായി ഈ സിനിമ ട്രോളുന്നുണ്ട്. ഈ സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഒരു വാഹനമാണ്. ആ വാഹനം തമിഴിലെ ഗില്ലി സിനിമയിൽ ഉപയോഗിച്ച TN59 100 നമ്പറിലുള്ള ജിപ്സിയാണ്. ആ ജിപ്സിക്ക് വലിയ റോൾ തന്നെ ഈ സിനിമയിലുണ്ട്. എന്തിന് ക്ലൈമാക്സിൽ പോലും ജിപ്സിയെ പ്രതിപാദിക്കുന്നുണ്ട്. പലപ്പോഴും ഗില്ലി സിനിമയെ റെഫർ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കൂടി പറയാതെ വയ്യ. ഗില്ലി സിനിമയിലെ പല കാര്യങ്ങളും ഈ സിനിമയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കത്തിൽ അണിയറ പ്രവർത്തകർ നടൻ വിജയ്ക്ക് നന്ദി അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പലപ്പോഴും വിജയെക്കുറിച്ച് കഥാപാത്രങ്ങൾ സിനിമയിൽ സംസാരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലാഗിനോട് ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ തിയേറ്ററിൽ നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് ഭയം ഭക്തി ബഹുമാനം. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലോജിക്ക് മാറ്റിവെച്ചേക്കണം. ഇതെന്ത് ലോജിക്ക് എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാനേ പാടില്ല. പ്രത്യേകിച്ചും ഒരു മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു രംഗമുണ്ട് ഈ ചിത്രത്തിൽ. ആ രംഗത്തിൽ കുറേ പോലീസ് ജീപ്പുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ തകർക്കപ്പെടുന്നുണ്ട്. അതൊന്നും കേസായില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായേക്കാം. ഞാനിത് സ്പോയിലറായി പറയുകയല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു ലോജിക്കുമില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഈ സിനിമയിൽ ഗില്ലിയിലെ ജിപ്സി മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത്. CID മൂസയിലെ ആ മൂസയുടെ വാഹനം, അതുപോലെ തന്നെ രാജമാണിക്യത്തിൻ്റെ വാഹനം, അങ്ങനെ നിരവധി സിനിമകളിൽ പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ള ഒട്ടനവധി വാഹനങ്ങൾ ഈ സിനിമയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ സിനിമ വാഹനങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണ്. ഏതായാലും ചിത്രം നിരാശപ്പെടുത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പലരും ഈ ടാഗ് ലൈൻ ശ്രദ്ധിച്ചിട്ടില്ല, ഇത് വേൾഡ് ഓഫ് മാഡ്നസ് ആണ്, അതുപോലെ തന്നെ ലോജിക്കില്ല, ഇതൊന്നും ശ്രദ്ധിക്കാതെ വന്നവർക്ക് ചിലപ്പോൾ പടം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇതെന്ത് സിനിമ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞല്ലോ, ഇതെന്ത് ചിത്രം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ആസ്വദിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം, ഇത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം തിയേറ്ററിനുള്ളിലേക്ക് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ സിനിമ നല്ലൊരു അനുഭവം പങ്കുവയ്ക്കും. നന്ദി.